ഹലോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്ന് ജയിൽ നോമിനേഷനാണ് ബിഗ് ബോസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡായിരുന്നു. അതും പ്രതീക്ഷിക്കാത്ത 2 പേരാണ് ജയിലിൽ അയക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 9 വോട്ടുകളോടെ അനുമോളും 4 വോട്ടിന് അനീഷും ജയിലിലേക്ക് നോമിനേറ്റ് ആവുന്നു. ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ആര്യനായിരുന്നു ജയിലിൽ പോവേണ്ടത്. ബിഗ് ബോസ് ഹൗസിൽ പുതിയൊരു ഗ്രൂപ്പിസം ഫോം ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇതിനെക്കുറിച്ച് അനുമോളും ഷാനവാസും ചർച്ച ചെയ്യുന്നുമുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. പോലെ ആക്കുന്നതാണ് സ്ഥിതി. നൂറേയും അതിലെ നമ്മൾ എന്നെ കൊണ്ടുള്ള ആവശ്യം തീർന്നപ്പോൾ അവർ സേഫ് സോണിൽ എത്തിയെന്ന് അവർക്ക് തോന്നിയപ്പോൾ നമ്മളെയൊക്കെ എടുത്ത് കറിവേപ്പിലാക്കി ആക്കിക്കോട്ടെ, നോ ഇഷ്യൂ. ആര്യനെയാണ് നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് എല്ലാവരും ഇരുന്നത്. അനീഷേട്ടന്റെ പേര് അതില് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് അനീഷേട്ടന്റെ പേരിട്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും അത് മനസ്സിലാവുന്നില്ല. നീ ഇവിടെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി, അങ്ങനെ ആയിക്കോട്ടെ. അനീഷേട്ടൻ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പേരിട്ട് ഇട്ടേനല്ല, ആര്യനാണ്. ആര്യന്റെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല? സൈലന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളൊരു സംശയം എനിക്ക്. പിന്നെ ഈ എപ്പിസോഡിൽ ഉണ്ടായ ഗൗരവമേറിയ സംഭവം അനുമോളും അക്ബറും തമ്മിലാണ്. അത് അനുമോൾ നടത്തിയ ഒരു മോശം പരാമർശത്തിൻ്റെ പേരിലാണ് ഉണ്ടായത്. ജയിൽ നോമിനേഷൻ അനുമോളാണ്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ തെറ്റ് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്ത 2 പേരും, ഒന്ന് അനുമോളും ഒന്ന് അനീഷുമാണ്. എനിക്ക് അറിയില്ല, ഒരു വയറ്റിൽ നിന്ന് വന്ന 2 മക്കളെ പോലെയാണ് ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുമാതിരി ബസ്സിൽ വന്ന് നിൽക്കുന്ന പോലെ ഒരു വട്ടം ആദ്യം പറഞ്ഞു, ഞാനത് ക്ഷമിച്ചു. ഞാൻ പറഞ്ഞു, നിനക്ക് അൺകംഫർട്ട് ആണെങ്കിൽ നിനക്ക് മാറി നിന്നോളൂ. രണ്ടാമത്തത് പാവകൾ കളക്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് അറിയണമെന്ന് ഞാൻ കേട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ അനുമോൾക്ക് അങ്ങനെ ഒരു ഹേർട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സോറി പറയാൻ ഞാൻ തയ്യാറാകുമായിരുന്നു. എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അവിടെ ആദ്യം തന്നെ ഈ വീട്ടിലെ ഏറ്റവും മോശപ്പെട്ടവനാക്കി എന്നെ ചിത്രീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അനുമോളോട് സോറി പറയാൻ എനിക്കൊരു താല്പര്യമില്ല. എത്ര നാണം കെട്ട വർത്താനം സത്യം. ഇങ്ങനത്തെ കുറച്ച് വൃത്തികെട്ട ആൾക്കാരുണ്ട്. ഇവൾ എൻ്റെ അടുത്ത് പബ്ലിക്കായിട്ട് സോറി പറയണം. അത് കഴിഞ്ഞ എപ്പിസോഡിൽ ടാസ്കിൻ്റെ ഇടയിൽ നടന്നൊരു സംഭവമാണ്. ഇതിൽ അക്ബർ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് അവിടെ നടന്നതെന്ന്. അത് അക്ബറിന് വളരെ ഇൻസൾട്ടാവുകയും ചെയ്തു. ഇതിൽ അനുമോൾ പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യം അക്ബർ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.